നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ക്രൂഡ് ഓയിലിനെ ആശ്രയിച്ച് വികസിത രാജ്യങ്ങളായി മാറിയവയാണ്. മലയാളികളില്ലാത്ത ഒരൊറ്റ രാജ്യവും ലോകത്തിലില്ല എന്ന് പറയുന്നത് പോലെ മലയാളികളെയും ഇന്ത്യക്കാരെയും കൊണ്ട് സമ്പന്നമാണ് ഓരോ പ്രവാസി ലോകങ്ങളും. നമ്മുടെ നാടിന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം പ്രവാസ ലോകത്ത് നിന്നുള്ളതാണ് എന്ന് കണ്ണുമടച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്തിന്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ നമ്മുടെ നാടിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ലോകത്ത് പ്രകൃതിവാതകം അഥവാ LNG കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് ഖത്തർ. ഈ കൊച്ചറബ് രാജ്യത്തെ സമ്പന്നമാക്കി നിർത്തുന്നതും പ്രകൃതിവാതകത്തിൽ നിന്നും ക്രൂഡ് ഓയിലിൽ നിന്നുമുള്ള വരുമാനമാണ്. എന്നാൽ അടുത്ത കാലത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സാധാരണ ഖത്തർ നേരിടാത്ത സാമ്പത്തിക സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഖത്തറിന്റെ വരുമാനത്തിൽ ഗണ്യമായ ഇടിവ് സംഭവിക്കുന്നു എന്നതാണ് പുതിയ വിവരം. ഈ വർഷം ആദ്യത്തെ 3 മാസം 500 ദശലക്ഷം ഖത്തർ റിയാലിന്റെ ബജറ്റ് കമ്മിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധനകാര്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി 50 കോടി റിയാലിന്റെ ബജറ്റ് കമ്മിയാണ് രേഖപ്പെടുത്തിയത്. 3 വർഷത്തിനു ശേഷമാണ് ഖത്തറിൽ ബജറ്റ് കമ്മി രേഖപ്പെടുത്തുന്നത്. 4940 കോടി ഖത്തർ റിയാലാണ് 3 മാസത്തെ വരുമാനം. ഇതിൽ 4250 കോടി റിയാൽ എണ്ണ വാതക മേഖലകളിൽ നിന്നാണ്. 690 കോടി റിയാലാണ് എണ്ണ ഇതര വരുമാനം. വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 7.5% കുറവുണ്ടായതായി മന്ത്രാലയം അറിയിച്ചു. 4990 ബില്യൺ റിയാലാണ് ആകെ ചെലവ്. 1690 കോടി റിയാൽ ശമ്പള ഇനത്തിലും 1850 കോടി റിയാൽ പൊതുചെലവുകളുമായും കണക്കാക്കുന്നു. ഇക്കാലയളവിലെ മൊത്തം വരുമാനം 4900 കോടി ഖത്തർ റിയാലാണ്. എങ്കിലും കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 7.5% ഇടിവാണിത് രേഖപ്പെടുത്തുന്നത്. എണ്ണ, വാതകം എന്നിവയിലുണ്ടായ വരുമാനക്കുറവാണ് ബജറ്റ് കമ്മിക്ക് കാരണം. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ എണ്ണ വാതക വരുമാനം 4250 കോടി റിയാലാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ 10% കുറവാണിത്. ബജറ്റ് കമ്മിക്ക് പ്രധാന കാരണം വാതക എണ്ണ വരുമാനം കുറഞ്ഞതാണ്. അതേസമയം അടുത്ത കാലത്തായി എണ്ണ ഇതര വരുമാനത്തിന് ഖത്തർ ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഗുണവും പ്രകടമാണ്. ഏകദേശം 700 കോടി റിയാലാണ് എണ്ണ ഇതര വരുമാനം. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ 13% വർദ്ധിച്ചിട്ടുണ്ട് എന്ന്. ഇത് ഖത്തർ ഭരണകൂടത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. വരുമാനം കുറഞ്ഞതുകൊണ്ട് തന്നെ മൊത്തം പൊതുചെലവിൽ 2.8% കുറവ് വരുത്തിയിട്ടുണ്ട്. ഈ മാർച്ചിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്ത്യ സന്ദർശിച്ച വേളയിൽ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരുന്നു. ഇന്ത്യയിൽ $10,000 കോടി നിക്ഷേപം ഇറക്കാൻ ഖത്തർ ധാരണയായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $1500 കോടി. ഖത്തറിന്റെ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന മൊത്തം വാതകത്തിന്റെ 40% ഖത്തറിൽ നിന്നാണ്. ഭക്ഷ്യവസ്തുക്കളും നിർമ്മാണ സാമഗ്രികളുമാണ് ഇന്ത്യ പ്രധാനമായും ഖത്തറിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഖത്തറിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇരട്ടിയായിട്ടുണ്ട്. 8 ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന ഖത്തറിൽ 20,000-ഓളം ഇന്ത്യൻ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം പാകിസ്ഥാനുമായും ഖത്തറിന് അടുത്ത ബന്ധമാണുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 1270 കോടി റിയാലിൻ്റെതാണ്. ഇതിൽ 1220 കോടി റിയാലിന്റെ വസ്തുക്കൾ ഖത്തർ പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ്. 50 കോടിയോളം വരും പാകിസ്ഥാന്റെ ഖത്തറിലേക്കുള്ള കയറ്റുമതി. അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയ മേൽക്കോയ്മ ഖത്തർ നിലനിർത്തുന്നുണ്ട് എന്ന് സാരം.